ഹായ് ഹലോ വെൽക്കം ബാക്ക് ജെയിൻ ഫാഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഇപ്പോൾ ഇത് അപ്ഡേറ്റ് ചെയ്തേക്കുന്ന പോലെ തന്നെ കൊറ കോട്ടണിൽ എംബ്രോയ്ഡറി വരുന്ന മെറ്റീരിയൽസിൻ്റെ റണ്ണിങ്ങിലാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ വരുന്നത്. അപ്പോൾ നമ്മുടെ സ്ഥലം വരുന്നത് കോട്ടയം ജില്ലയാണ്, അതിരമ്പുഴയാണ് കേട്ടോ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കണേ. അപ്പോൾ ഫസ്റ്റ് വരുന്നേക്കുന്നത് ഇങ്ങനെ കൊറ കോട്ടണിൽ ഇങ്ങനെ ഇതെന്ന് പറയുന്നത് താഴോട്ട് വെർട്ടിക്കലായിട്ട് ഇത് പോകുന്നുണ്ട്, ലൈൻസ് പോലെയും പോകുന്നുണ്ട്. പിന്നെ നല്ല ലാവൻഡർ ബേസിലാണ് കേട്ടോ. ഇങ്ങനെ ഈ ഒരു ഫ്ലവർ ഇതിപ്പോൾ തിരിഞ്ഞ ഇങ്ങനെ ഈ ഒരു ഫ്ലവറിൻ്റെ ഇത് ലാവൻഡർ ബേസിലാണ് പോകുന്നത്. പിന്നെ ഇങ്ങനത്തെ ഈ ഒരു എംബ്രോയ്ഡറി അത് പോകുന്നുണ്ട്. ഇതിന് 45 ഇഞ്ചോളം വിട്ട് വരുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇങ്ങനെ ഇത് നല്ല തിക്കായിട്ടുള്ള മെറ്റീരിയലാണ്. കൊറ കോട്ടണിൽ നല്ല തിക്കാണ് കേട്ടോ. നമുക്ക് ഇതിൻ്റെ ലൈനിങ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിന് ഇങ്ങനത്തെ പ്ലെയിൻ മെറ്റീരിയൽ വേണമെങ്കിൽ അതും അവൈലബിൾ ആണ്. ഇതിനും 45.5ഓളം നമുക്ക് വിട്ട് വരുന്നുണ്ട്, ഇഞ്ചിൻ്റെ വിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു ലാവൻഡർ ബേസിലാണ് കേട്ടോ എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് വരുന്നത്. അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഇതിൻ്റെ റേറ്റ് വരുന്നത് 375 പ്ലസ് കൊറിയർ ആണ് കേട്ടോ റേറ്റ് വരുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് വൺ ഇങ്ങനെ 375 പ്ലസ് കൊറിയർ ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ അത് ഫസ്റ്റ് വൺ. നെക്സ്റ്റ് വൺ വരുന്നത് സെയിം കളർ ബേസിൽ, അതായത് കൊറ കോട്ടണിൽ തന്നെ എംബ്രോയ്ഡറി സെയിം കളർ ബേസിലാണ് വരുന്നത്. ഇങ്ങനെ രണ്ട് സൈഡിലും സ്കാലപ്പ് വരുന്നുണ്ട്, സ്കാലപ്പ് ഡീറ്റെയിലിങ് വരുന്നുണ്ട് രണ്ട് സൈഡിലും ഇങ്ങനെ. എന്നിട്ട് ഈ സെയിം കളർ ബേസിൽ തന്നെ സെയിം മോട്ടിഫാണ് എംബ്രോയ്ഡറി പോകുന്നത്. കണ്ടോ, സെയിം മോട്ടിഫ് തന്നെയാണ് എംബ്രോയ്ഡറീസ് പോകുന്നത്. ഇങ്ങനെ വെർട്ടിക്കലായിട്ടുള്ള എംബ്രോയ്ഡറി ഇല്ലാന്നേ ഉള്ളൂ കേട്ടോ. ഇതിന് 40 ഇഞ്ചേ നമുക്ക് വിട്ട് വരുന്നുള്ളൂ. ഇത് നമുക്ക് ദുപ്പട്ട പർപ്പസിന് എടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് കുറച്ച് മെറ്റീരിയൽ കൂടുതലെടുത്താൽ മതി. 40 ഇഞ്ചല്ലേ വിട്ട് വരുന്നുള്ളൂ. അപ്പം സ്ലീവിനൊക്കെ കുറച്ച് എക്സ്ട്രാ എടുത്താൽ മതി. ഇതും വെച്ച് നമുക്ക് ടോപ്പ് ചെയ്യാം കേട്ടോ. നല്ലതായിരിക്കും. ഈ സ്കാലപ്പൊക്കെ ദാമൻ പോർഷനിലും ഒക്കെ ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഇത് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഇതും നല്ല തിക്കായിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ, നല്ല തിക്കായിട്ടുള്ള ഇത്. പിന്നെ നമുക്ക് ഇതിനൊക്കെ ബോട്ടം പർപ്പസിന് പ്ലെയിൻ കൊറ കോട്ടണിൽ വേണം, അതും അവൈലബിൾ ആണ്. 45.5 ഇഞ്ചോളം വിട്ട് വരുന്ന മെറ്റീരിയലാണ് കേട്ടോ. ഇതിന് 120 ആണ് കേട്ടോ റേറ്റ് വരുന്നത്. അപ്പോൾ ഇത് 3 അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തോളൂ. പിന്നെ അതുപോലെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഫെസിലിറ്റി അവൈലബിൾ അല്ല കേട്ടോ, ഓൺലൈൻ അഡ്വാൻസ് പേയ്മെൻറ്റുകളാണ്. പിന്നെ നമുക്ക് ഡെസ്പാച്ചൊക്കെ വിതിൻ 2-3 വർക്കിംഗ് ഡേയ്സ് ആയിരിക്കും ആഫ്റ്റർ പേയ്മെൻറ്റ്. അപ്പോൾ അതിനകത്ത് നമ്മുടെ പോസ്റ്റൽ ഹോളിഡേയ്സും അതുപോലെ തന്നെ നമ്മുടെ അതായത് സൺഡേ ഒക്കെ അതിനകത്തുനിന്ന് പോകട്ടോ, മൈനസ് ആവേ. അപ്പോൾ ഈ വിതിൻ 2-3 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഈ ഡെസ്പാച്ചിൻ്റെ അതല്ലെങ്കിൽ പാക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്ത് ചോദിച്ചോളൂ എന്താ വൈകുന്നതെന്ന്. അപ്പോൾ ഇന്നത്തെ കൊറ കോട്ടണിൽ എംബ്രോയ്ഡറി വരുന്ന ഇത്രയാണ് നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ കഴിഞ്ഞ വീഡിയോയിലെ മെറ്റീരിയൽസ് കുറച്ച് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചെക്ക് ചെയ്തിട്ട് ഓർഡർ ചെയ്തോളൂ. പ്ലെയിൻ വെച്ച് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തോളൂ. സെയിം ബേസൊക്കെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നല്ല ഭംഗിയാണ് കേട്ടോ. കാരണം ഇതിൽ ബ്ലാക്കും പിന്നെ അതുപോലെ തന്നെ ഈ ലൈറ്റ് ലാവൻഡറും ഒക്കെ വരുമ്പോൾ ഭയങ്കര എടുപ്പാണ്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് കോട്ടൺ അജ്രക്കിൽ വരുന്നതാണ് കേട്ടോ. അതായത് 175 റേറ്റിൻ്റെ അജ്രക്കാണ് ഇത് വരുന്നത്. അതായത് 190 നമുക്ക് ഫസ്റ്റ് റേറ്റ് ഇതിന് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു ചെറിയൊരു റേറ്റിൻ്റെ ഡിഫറൻസ് മാറ്റി 175 ആക്കിയതാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് അതായത് 44 ഇഞ്ചോളം വിട്ട് വരുന്ന മെറ്റീരിയൽസാണ്. ഇത് വെജിറ്റബിൾ ഇതിന് 44 ഇഞ്ചോളം വിട്ട് വരുന്ന മെറ്റീരിയലാണ്. വെജിറ്റബിൾ ഡൈയിങ് തന്നെയാണ്, അതായത് ഓർഗാനിക് ഡൈയിങ് തന്നെയാണ്, കെമിക്കൽ ഡൈയിങ് അങ്ങനെയൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഇത് അതുപോലെ തന്നെ ഈ അച്ചറക്കിന് പോലത്തെ മെറ്റീരിയൽസിന് കളർ കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും നല്ലതായിരിക്കും. ഇപ്പോൾ ഫസ്റ്റ് വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ബേസിൽ ഈ ഒരു റെഡിഷ് മെറൂൺ ആൻഡ് ഗ്രീൻ ഇങ്ങനെ ഒരു ഫസ്റ്റ് വൺ വരുന്നത് ഈ ഒരു നേവി ബ്ലൂ ബേസിൽ, ഭയങ്കര ഡാർക്ക് നേവി ബ്ലൂ അല്ല, നേവി ബ്ലൂ ബേസിൽ ഒരു റെഡിഷ് മെറൂൺ ആൻഡ് ഗ്രീൻ
അതിനാണ് അകത്ത് ഷെയ്ഡ്സ് വരുന്നത്. ഇതിന് 44 ഇഞ്ച് വിഡ്ത്ത് 175 ആണ് കേട്ടോ ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് വരുന്നത്. അപ്പം നമുക്ക് ലൈനിങ് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം, അതല്ല ലൈനിങ് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ആവാം കേട്ടോ. നല്ല അജ്രക്ക് തന്നെയാണ്, ബ്ലൗസിനും ഒക്കെ നല്ലതാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഇത് റെഡിഷ് മെറൂൺ ബേസിലാണ് കേട്ടോ. ഇങ്ങനെ റെഡിഷ് മെറൂൺ ബേസിൽ ഈ ഒരു ഡിസൈൻ വരുന്നത്. നമുക്കിത് ടോപ്പ് ബോട്ടം കോമ്പിനേഷനായിട്ടൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ ഇത് കുറച്ച് 2 മീറ്റേഴ്സ് 2.5 കഷ്ടിയേ കാണത്തുള്ളൂ എന്ന് തോന്നുന്നു. പിന്നെ ഇതെന്ന് പറയുന്നത് കുറച്ചൊരു ലൈറ്റർ റെഡാണ് വരുന്നത്. ഈ ഒരു അജ്രക് ഡിസൈൻസിൽ വരുന്നത് കുറച്ചൊരു ലൈറ്റർ റെഡാണ് വരുന്നത്. എല്ലാം 44 ഇഞ്ച് വിഡ്ത്ത് 175 ആണ് കേട്ടോ പെർ മീറ്റർ റേറ്റ് വരുന്നത്. പിന്നെ നമുക്ക് ഷിപ്പിംഗ് എക്സ്ട്രാ ആയിരിക്കും ആൻഡ് ഡിപ്പെൻസ് ഓൺ ദി വെയിറ്റ് ഓഫ് ദി മെറ്റീരിയൽ ഓർഡറാണ് കേട്ടോ. നോർമലി നമ്മൾ പോസ്റ്റലാണ് ഡിസ്പാച്ച് ചെയ്യുന്നത്. അതുപോലെ DTDC കൊറിയറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഓർഡർ ചെയ്യുന്ന സമയത്ത് കേട്ടോ. ഇതും നല്ല നേവി ബ്ലൂ ബേസിലും പിന്നെ റെഡിഷ് മെറൂൺ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്നതാണ് കേട്ടോ. ഇതിന് വേണേൽ നമുക്കിത് രണ്ടും കൂടെ ടോപ്പ് ബോട്ടം കോമ്പിനേഷനായിട്ടൊക്കെ എടുക്കാം. ഇത് അല്ലെങ്കിൽ പാനൽ കട്ടിങ്ങിനൊക്കെ നമുക്കിത് രണ്ടും ഉപയോഗിക്കാമേ. സെയിം കളർ കോമ്പിനേഷനല്ലേ വരുന്നത്. ഇതെന്ന് പറയുന്നത് ഇൻഡിഗോ ബേസിൽ, ലൈറ്റ് ഇൻഡിഗോ പീസിൽ യെല്ലോ ഓഫ് വൈറ്റ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്നതാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഈ ഒരു ഡിസൈൻ, ഇതും നേവി ബ്ലൂ ബേസിലാണ് വരുന്നത്, ഡാർക്കർ ബ്ലൂയിലാണ് വരുന്നത് കേട്ടോ. അതിനകത്ത് റെഡ് ആൻഡ് ബേജ് ആണ് കേട്ടോ. ഇത് നെക്സ്റ്റ് വൺ സെയിം കളർ കോമ്പിനേഷന്. പിന്നെ നെക്സ്റ്റ് വൺ, അത് രണ്ടും ചെറിയൊരു ഇത് നെക്സ്റ്റ് വൺ. ചെറിയ ഡിഫറൻസ് ഈ രണ്ട് ഡിസൈനും തമ്മിൽ വരുന്നുള്ളൂ. പിന്നെ കളേഴ്സ് കൊടുത്ത് നിൽക്കുന്നതിൻ്റെ ഒരു ഡിഫറൻസിലേ വരുന്നുള്ളൂ കേട്ടോ. ചെറിയ ഡിഫറൻസ് രണ്ടും തമ്മിൽ വരുന്നുള്ളൂ. നെക്സ്റ്റ് ആണ് നല്ല യെല്ലോ ആൻഡ് റെഡിഷ് മെറൂൺ കോമ്പിനേഷനിൽ വരുന്നതാണ് കേട്ടോ. ഈ സെയിം കോമ്പിനേഷനിൽ തന്നെ വേറെ ഡിസൈൻ വരുന്നുണ്ട്. ഇത് കുറച്ച് ലൈറ്റർ യെല്ലോ ആണ്. ഫസ്റ്റ് പ്രസൻറ്റ് ചെയ്ത് കുറച്ച് ഡാർക്കർ യെല്ലോ ആണ് കേട്ടോ. ഇങ്ങനെ രണ്ടെണ്ണം. പിന്നെ ഇതെന്ന് പറയുന്നത് ഈ ഒരു ബീറ്റ്റൂട്ട് ബേസിൽ വരുന്നതാണ്, കുറച്ച് വൈൻ കൂടിയ ബേസിൽ വരുന്നതാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു ലൈറ്റർ ഇൻഡിഗോ ബേസിൽ വന്നിട്ട് ഇതിനകത്ത് ഈ ഒരു പിസ്ത ഗ്രീൻ്റെ ഒക്കെ കോമ്പിനേഷൻസ് വരുന്നത് കേട്ടോ. ഇതിന് നമുക്ക് ബോട്ടമായിട്ട് വേണമെങ്കിൽ ഈ ഒരു ലൈൻസ് പെയർ ചെയ്യാമേ. ഇത് സെയിം തന്നെ വരുന്ന ലൈൻസാണ്. അപ്പം എന്നാൽ ഈ ലൈൻസ് നമുക്ക് 275 ഐറ്റംസിൻ്റെ കൂടെ പെയർ ചെയ്യാമെന്ന് ചോദിച്ചാൽ ചെറിയ ഡിഫറൻസ് വരും. സെയിം കളർ കോമ്പിനേഷൻ ആണെങ്കിലും ചെറിയൊരു ഡിഫറൻസ് വരും കേട്ടോ. അപ്പം ഇത് ബോട്ടത്തിന് എടുക്കാം. 275 ഐറ്റംസിൻ്റെ ഈ ഒരു ലൈറ്റർ ഇൻഡിഗോയിൽ എടുത്തിട്ട് ഇത് ബോട്ടം എടുക്കാമെന്ന് ചോദിച്ചാൽ ചെറിയൊരു കളർ ഡിഫറൻസ് വരുമേ. അതുകൊണ്ട് സെയിം റേറ്റിൽ തന്നെ ബോട്ടം കോമ്പിനേഷൻ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ സെയിം കളർ കിട്ടാനായിട്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ. പിന്നെ ഇതേ സെയിം കോമ്പിനേഷനിൽ വരുന്നതാണ് ഈ ഒരു ഡിസൈനും കൂടെ. ഇതും വരുന്നുണ്ട്, ഇതും വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഡിസൈനും വരുന്നുണ്ട്. ഇത് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒരു വെർട്ടിക്കൽ ഡിസൈനും കൂടെ വരുന്നുണ്ട്. ഇങ്ങനെ ഇത് നമുക്ക് ടോപ്പിനും ചെയ്യാം ബോട്ടത്തിനും ചെയ്യാൻ പറ്റുന്ന ഒരു വെർട്ടിക്കൽ ഡിസൈനാണ്. പിന്നെ സ്ട്രൈപ്സ് ആണെങ്കിലും നമുക്ക് ടോപ്പിന് ചെയ്യാം കേട്ടോ. അതിനും നല്ലതാണ്, ടോപ്പ് ചെയ്യാനും നല്ലതാണ്. അപ്പോൾ ഇത്രയും ഈ ഒരു സെയിം കളർ കോമ്പിനേഷനിൽ വരുന്നത്. പിന്നെ യെല്ലോയിൽ വരുന്നൊരു സിക്സ് ആഗാണ് കേട്ടോ. 2 സിക്സ് ആഗ് യെല്ലോയിൽ അവൈലബിൾ ആണ്. ഇതൊരു ലൈറ്റർ യെല്ലോ ആണ്. അപ്പോൾ ഇത് തന്നെ കുറച്ചും കൂടെ ബ്രൈറ്റർ ആയിട്ടുള്ള ഒരു യെല്ലോ പീസിലാണ് വരുന്നത് കേട്ടോ. ഇതിനകത്ത് ഗ്രീൻ ആൻഡ് റെഡ് ആണ് കോമ്പിനേഷൻസ് വരുന്നത്. ഇതിനകത്ത് ബ്ലൂ ആൻഡ് റെഡും അതിനിടയ്ക്ക് ബേജ് ഓഫ് വൈറ്റും പോകുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് സിക്സ് ആഗ് വരുന്നത് ഈ ഒരു ബ്ലൂവിലാണ് വരുന്നത്. ഈ ബ്ലൂവിൽ യെല്ലോയും ഉണ്ട്,
റെഡും ഉണ്ട്, ഓഫ് വൈറ്റും ഉണ്ട് കോമ്പിനേഷൻസ് വരുന്നത്. പിന്നെ ഇതാ ഈ ഒരു ഷെയ്ഡ് നേവി ബ്ലൂ ബേസിലാണ് വരുന്നത്. ഈ ഒരു ബ്ലോക്ക് പ്രിൻറ്റുകൾ വരുന്നത്. പിന്നെ ഇതാ ഇങ്ങനെ ഒരു സ്ട്രൈപ്സ് വരുന്നുണ്ട്. അതായത് ഇത് നേവി ബ്ലൂ ബ്ലാക്കിൽ വരുന്ന ഒരു വെർട്ടിക്കൽ ഡിസൈനാണ് കേട്ടോ. സ്ട്രൈപ്സ് പോലെ വരുന്ന ഒരു വെർട്ടിക്കൽ ഡിസൈനാണ്. ടോപ്പിനും ചെയ്യാം, ബോട്ടത്തിനും ചെയ്യാം. പിന്നെ ഇതാ ഈ ഒരു ഡിസൈന്. പിന്നെ ഇതാ ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് പ്രസൻറ്റ് ചെയ്ത കളർ കോമ്പിനേഷൻ തന്നെ നേവി ബ്ലൂവിൽ റെഡും ഗ്രീനും കോമ്പിനേഷൻ തന്നെയുള്ള ഒന്നും കൂടെ ഒരു ചെറിയ ചെറിയ ഡിസൈൻസ് നോക്കുന്നവർക്ക്, സ്മോൾ ഡിസൈൻസ് നോക്കുന്നവർക്കൊക്കെ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. പിന്നെ ഇതാ ഇതൊരു റെഡ് ബേസിലാണ്, റെഡിഷ് മെറൂൺ എന്ന് പറയാൻ പറ്റത്തില്ല, റെഡ് ബേസിൽ തന്നെയാണ് വരുന്നത്. പിന്നെ ഇതാ ഇങ്ങനത്തെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. ഇതും നേവി ബ്ലൂ ബേസിലാണ് വരുന്നത് കേട്ടോ, ഭയങ്കര ഡാർക്കർ ബ്ലൂ ബേസിൽ. പിന്നെ ഇതാ ഇങ്ങനത്തെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. ഇതും ഒരു നേവി ബ്ലൂ ബേസിലാണ് വരുന്നത് കേട്ടോ. ഇത് പിന്നെ ഇതാ ഇങ്ങനത്തെ ഈ ഒരു ഡിസൈൻ വരത്തില്ലേ, കാരണം ഒരു സ്ക്വയറിൽ ഒരു ബ്ലോക്കാണ്, ഒരു ടൈപ്പ് ഓഫ് ബ്ലോക്കിലാണ് ഡിസൈൻസ് വരുന്നത്. വരുമ്പോൾ അടുത്ത ടൈപ്പ് ഇതിപ്പം ഡാർക്കർ ഇൻഡിഗോ ബേസിലാണ് ഇത് വന്നേക്കുന്നത്. ബാക്കിയെല്ലാം തീർന്നു എന്ന് തോന്നുന്നു, ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെയൊക്കെ പല ബേസ് ഷെയ്ഡ്സ് നമ്മൾ നേരത്തെ അപ്ഡേറ്റ് ചെയ്തിരുന്നതാണ്. പിന്നെ ഇതാ ഇങ്ങനത്തെ ഒരു നേവി ബ്ലൂ ബേസിൽ വരുന്നത്. അപ്പോൾ ഇത്രയും. ഇതെന്ന് പറയുന്നത് അതായത് കോമ്പോസ് ആയിട്ട് വരുന്നതാണ്. നമുക്ക് ഇപ്പം അപ്ഡേറ്റ് ചെയ്ത മെറ്റീരിയൽസിന് നമുക്ക് അല്ലെങ്കിൽ ബോട്ടം പ്ലസ് ദുപ്പട്ട കോമ്പിനേഷനായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം എന്നുള്ള രീതിയിൽ ഉള്ള മെറ്റീരിയൽസാണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് നല്ലൊരു റെഡിഷ് മെറൂൺ ബേസിൽ വരുന്നതാണ്. ഇതാണ് എൻ്റെ ഡിസൈൻ വരുന്നത്. അതിൻ്റെ ദുപ്പട്ട വരുമ്പം ഇങ്ങനെ മിഡിൽ പോർഷനിൽ ഈ ഒരു ഇതിൻ്റെ ഡിസൈനും, ഇപ്പോൾ പല്ലു പോർഷനിലോട്ട് വരുമ്പോൾ ഈ ഒരു ഡിസൈനുമായിട്ടാണ് വരുന്നത്. ഇതിപ്പം നമ്മൾ 2.50 മീറ്ററിൻ്റെ മെറ്റീരിയൽ പ്ലസ് ദുപ്പട്ട എന്നുള്ള കോമ്പിനേഷൻ എടുക്കുകയാണെങ്കിൽ ഇതിന് 899 ആണ് റേറ്റ് വരുന്നത്, കോംബോ ആയിട്ട് എടുക്കുകയാണെങ്കിൽ. അതല്ല നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് മെറ്റീരിയൽ തന്നെ ദുപ്പട്ട തന്നെ എടുക്കണമെന്നുണ്ടെങ്കിൽ ദുപ്പട്ടയ്ക്ക് 525 റേറ്റ് വരും, മെറ്റീരിയലിന് 175 പെർ മീറ്റർ റേറ്റും വരും കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഓപ്റ്റ് ചെയ്തോളൂ കേട്ടോ. അതായത് പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇങ്ങനത്തെ ഒരു ഓറഞ്ച് ബേസിൽ വരുന്നതാണ് കേട്ടോ. ഓറഞ്ച് ബേസിൽ വന്നിട്ട് അതിന് ദുപ്പട്ടായും വരുന്നുണ്ട്. ഇങ്ങനെ ദുപ്പട്ടായും വരുന്നുണ്ട്. സെയിം ദുപ്പട്ടായിക്കെല്ലാം മിഡിൽ പോർഷൻ നമുക്ക് കലങ്കാരിയുടെ ഒക്കെ സെയിം വരുന്ന പോലെ തന്നെ മിഡിൽ പോർഷനിൽ ഈ ഒരു റണ്ണിങ് മെറ്റീരിയൽ ഡിസൈനും പല്ലു പോർഷൻ വരുമ്പോൾ ചെറിയൊരു ഡിസൈൻ വ്യത്യാസത്തിലുമാണ് കേട്ടോ ഇതിങ്ങനെ വരുന്നത്. അപ്പോൾ അതായത് നെക്സ്റ്റ് വൺ വരുന്നത് ഒരു യെല്ലോ ബേസിൽ 6 ആഗിലാണ് കേട്ടോ വരുന്നത്. പിന്നെ അതിന് ഇങ്ങനത്തെ ദുപ്പട്ട വരുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് വൺ വരുന്നത് ഗ്രീൻ ബേസിലാണ് വരുന്നത്. ഇങ്ങനെ ഗ്രീൻ ബേസിൽ വന്നിട്ട് ഡിസൈൻ ഈ യെല്ലോയ്ക്ക് മാത്രമേ ഒരു 6 ആഗ് വരുന്നുള്ളൂ, ബാക്കി എല്ലാത്തിൻ്റെയും ഡിസൈൻ സെയിം തന്നെയായിരുന്നു. അതിൻ്റെ ദുപ്പട്ട അപ്പോൾ കോംബോ ആയിട്ട് വേണമെങ്കിൽ എടുത്തോളൂ. 2.5 ഇത് നമുക്ക് ടോപ്പിനാണെങ്കിലും ചെയ്യാം. 2.5 മീറ്റർ മെറ്റീരിയൽ കോംബോ ആയിട്ട് എടുത്തിട്ട് നമുക്ക് ടോപ്പിനാണെങ്കിലും ഉപയോഗിക്കാം, പ്ലസ് ദുപ്പട്ട പെയർ ചെയ്യാം. ഇത് നമുക്കിതിന് ചേരുന്ന ഒരു ബോട്ടം ഇട്ട് പെയർ ചെയ്താൽ മതി കേട്ടോ. ബ്ലാക്കും ഓഫ് വൈറ്റും പിന്നെ ബേജും ഒക്കെ എല്ലാത്തിനും ചേരുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്, കീപ് സപ്പോർട്ടിങ് മീ. നമ്മുടെ വീഡിയോസ് വെനസ്ഡേസ് ആൻഡ് സാറ്റർഡേസ് 7 PM ആണ്. അപ്പോൾ അത് മറക്കാതെ കാണേ. അപ്പോൾ വീഡിയോസ് നോക്കിക്കോളൂ, നോക്കിയിട്ട് അവൈലബിലിറ്റി ചെക്ക് ചെയ്യാനായിട്ട് സ്ക്രീൻഷോട്ട് അയച്ചോളൂ. അവൈലബിലിറ്റി ചെക്ക് ചെയ്തിട്ട് പറയാമേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്, കീപ് സപ്പോർട്ടിങ് മീ.